കണ്ണൂർ തില്ലങ്കേരി കാഞ്ഞിരാട്ടെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്ന കീർത്തനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പോലീസ് നടത്തുന്ന അന്വേഷണം പക്ഷപാതപരമാണെന്ന് യുവതിയുടെ ബന്ധുക്കൾ. +2 പഠനകാലം മുതൽ മകളുമായി സൗഹൃദം പുലർത്തിയ മട്ടന്നൂർ കല്ലൂരിലെ യുവാവാണ് മരണത്തിന് കാരണക്കാരനെന്ന പരാതിയിൽ അന്വേഷണം മന്ദഗതിയിലാണെന്ന് കീർത്തനയുടെ മാതാപിതാക്കൾ പറയുന്നു. 20-കാരിയായ മകൾ കീർത്തന ആത്മഹത്യ ചെയ്ത് 3 മാസം കഴിഞ്ഞിട്ടും കാര്യമായ അന്വേഷണ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നാണ് മാതാപിതാക്കളായ സങ്കീർത്തന നിവാസിൽ കെ ലീനയും ഭർത്താവ് ജിഷുകുമാറും പറയുന്നത്. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും DGPക്കും ഇവർ നൽകിയ പരാതിയിൽ പറയുന്നത് മകൾ മംഗളൂരുവിൽ ഫിസിയോതെറാപ്പിക്ക് പഠിക്കുന്ന കാലത്തും യുവാവ് പലതവണ മകളെ കണ്ണൂരിലേക്ക് വിളിച്ചു വരുത്തി ഒന്നിച്ച് താമസിച്ചിരുന്നുവെന്നാണ്. ഇവൻ ഏപ്രിൽ 2-ാം തീയതി എടക്കാനം എന്ന സ്ഥലത്ത് ഇവളെ കൂട്ടിയിട്ട് പോയിന് പോലും. മംഗലാപുരത്തുള്ള ഓളെ കണ്ണൂര് വരെ കാറെടുത്ത് പോയിട്ട് ഓളോട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് ഉണ്ടെന്ന് ഉള്ളത് മെസ്സേജ് ഫോണിലുണ്ട്. മെസ്സേജ് അവർ പോയതോ ഇതുമെല്ലാം ഫോണിലുണ്ട്. ഈ മട്ടന്നൂർ ടൗണിൽ വെച്ചിട്ട് ഇവന്റെ അച്ഛൻ അന്ന് വരാൻ പോലീസ് സ്റ്റേഷനിൽ വരേണ്ടി വന്നിന്. അതിന് ഇവളോട് പകരം വീട്ടിയതാ പോലും അവരെ കുറവാക്കിയതിന്റെ പകരം വീട്ടിയതാ പോലും ഈ വീണ്ടും ഇത് ചങ്ങാത്തം കൂടിയത്. തുടർന്ന് മകൾ ഗർഭിണിയാവുകയും മരുന്ന് കഴിക്കാൻ യുവാവ് പ്രേരിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. ഇതിൽ മനംനൊന്ത് യുവതി ഒരിക്കൽ മട്ടന്നൂരിൽ വെച്ച് കൈഞ്ഞരമ്പുകൾ മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇക്കാര്യം ഉൾപ്പെടെ യുവാവിന്റെ പിതാവിനോട് നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും യുവാവിന്റെ പിതാവ് പലതവണ മകളെ ഫോണിൽ വിളിച്ച് മോശമായ ഭാഷയിൽ സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. നമ്മൾ ഈ മൊഴികളെല്ലാം വെച്ച് പരാതി കൊടുത്ത് കണ്ണൂർ റൂറൽ SP-ക്കാണ് പരാതി കൊടുക്കുന്നത്. ആ പരാതി കൊടുത്ത് കേസ് അവര് പാർട്ടി സ്വാധീനം എല്ലാം ഉള്ളത് കൊണ്ട് കേസ് നേരായ വണ്ണെല്ലാന്ന് വെച്ചാൽ 3 മാസമായി കേസ് അന്വേഷിക്കുന്നത്. നമ്മൾ കേസ് കൊടുത്തിട്ട് ഇതുവരെ ആ കുട്ടീനെ അറസ്റ്റ് ചെയ്യുകയോ നമ്മൾ കുട്ടിയുടെ പേരിലോ അച്ഛന്റെ പേരിലോ ആണ് കേസ് കൊടുത്തിട്ടില്ലെന്ന് വെച്ചാൽ ഈ സംഭവങ്ങൾ മുഴുവനായി അച്ഛൻ അറിഞ്ഞിട്ട് 17-ാം തീയതി പോയി 19-ാം തീയതി പോയി നമ്മൾ ഇയാളോട് സംസാരിക്കുകയും ചെയ്തു. എന്നാ പ്രശ്നം അറിയേണ്ടിട്ട് ഈ 19-ാം തീയതി ആയിട്ടും ഇയാൾ നമ്മളോട് പറഞ്ഞില്ല, എന്നെ വിളിച്ചിനെ ഇങ്ങനെ ഫാനിന്റെ മേലെ കെട്ടി കാണിച്ചു തന്നിനെന്നുള്ള വിവരം. കാര്യം പറയാം, ഇങ്ങനെ ആവൂല, ഞാൻ എന്തെങ്കിലും ചെയ്തു പോകുന്നതിന് മുമ്പിൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയണ്ടേ വിചാരിച്ചിട്ട് അങ്കിളിനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. അന്നെ യൂസ് ചെയ്ത് ഒഴിവാക്കിയ പോലെ തന്നെയാവും, എനിക്കറിയില്ല. ഇതിനെ കൊണ്ട് ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് തോന്നുന്നു. ആത്മഹത്യയ്ക്ക് ശേഷം മകളുടെ ഫോണിൽ നിന്ന് ലഭിച്ച വാട്സാപ്പ് ചാറ്റുകളും ഫോട്ടോകളുമാണ് മകൾ മാനസികമായ പീഡനത്തിന് ഇരയായ കാര്യവും യുവാവുമായുള്ള ബന്ധവും അറിയാനിടയാക്കിയത്. എന്തായാലും അന്വേഷണം കാര്യക്ഷമമാക്കാൻ അടിയന്തര നടപടിയുണ്ടാകണമെന്നാണ് രക്ഷിതാക്കളുടെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.